സുഹൃത്തുക്കളെ, പ്രിയദർശിനി മിൽസിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട സുദിനമാണെന്ന്. അമേരിക്കയിലെ ലക്ഷക്കണക്കിന് പട്ടാളക്കാർ അടുത്ത 10 വർഷത്തേക്ക് ധരിക്കാൻ പോകുന്നത് നമ്മുടെ മില്ലിന്റെ തുണിയിൽ തുന്നിയ യൂണിഫോമുകളാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട്. ഇതോടെ ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ കിരീടം വെച്ച രാജാവായി തീർന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ MD ദർശൻ ദാസ് അവർകൾ നിങ്ങളോട് 2 വാക്ക്. സഹപ്രവർത്തകരെ, നമ്മുടെ മാനേജർ മഹാദേവൻ പറഞ്ഞതുപോലെ ഞാനൊരു രാജാവൊന്നുമല്ല, നിങ്ങളിൽ ഒരുവൻ. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്ക്: നന്ദി. കമ്പനിയുടെ ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഏവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. I have a bad news. What? ക്വാളിറ്റി ടെസ്റ്റിൽ നമ്മുടെ ക്ലോത്ത് പരാജയപ്പെട്ടു. ഇൻസ്കേപ്പ് സർട്ടിഫിക്കറ്റിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. ഇറ്റ്സ് ഇംപോസിബിൾ. എക്സ്പോർട്ട് ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഫാക്സ് ആണ്. നമ്മുടെ മില്ലിനെ അവർ ഡീബാർ ചെയ്തിരിക്കുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇനി ദർശൻ ദാസ് വട്ട 0. അവിടെ അടിക്കുന്ന കൊടുങ്കാറ്റിന്റെ അലയിൽ അവന്റെ ഇന്ത്യൻ മാർക്കറ്റ് ഞാൻ പിഴുതെറിയും. അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ? അഹമ്മദാബാദിലെ മേത്താജ് സപ്ലൈ നൂലിൽ കുംഭകോണത്തെ ചെട്ടിയാർ പൂശിയ കളറാണ് വില്ലനെന്ന് അവൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല. ടെക്സ്റ്റൈൽ ടൈക്കൂൺ ദർശൻ ദാസിന്റെ വിശ്വസ്തനായ മാനേജർക്ക് ഈ പാവം തുണിക്കച്ചവടക്കാരന്റെ ഒരു എളിയ സമ്മാനം. മൊറൈസാർ വാക്ക് പറഞ്ഞാൽ മതി, നാളെ പ്രിയദർശിനി മിൽസ് തുറക്കാനുള്ള സൈറൻ തൊഴിലാളികളുടെ മുദ്രാവാക്യത്തിൽ മുങ്ങിപ്പോകും. ഇങ്ങനെ ഒരു അവസരത്തിൽ തൊഴിലാളികൾ ദർശൻ ദാസിന്റെ കൈവിടുമെന്ന് തോന്നുന്നില്ല. ഉണ്ടചോറിന് നന്ദി. എടോ മാനേരെ, തൊഴിലാളികൾക്ക് ഉപ്പിന് പകരം മധുരം വിളമ്പടോ. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, പ്രിയദർശിനി മിൽസിന്റെ പൽചക്രങ്ങൾ ഇനി ഉള്ളരുത്. ഇതുപോലെ നിറഞ്ഞ പെട്ടികൾ വിൽസൺ മൊറൈസിൽ ഷെൽഫിൽ ഇനിയും ഉണ്ടടോ. Go and enjoy. ഇവിടെ തകർന്നത് കോടികളുടെ ഓർഡർ മാത്രമല്ല, വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ്. എല്ലാ ടെസ്റ്റുകളും എടുത്തിരുന്നു. ക്ലോത്തിന്റെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് പ്രോംപ്റ്റായി ഫോറിൻ ഏജൻസി കൊടുത്തതാണ്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. ഐ വോണ്ട് ടു നോ ദ ബ്ലഡി ട്രൂത്ത്. ആരാണ് ഇപ്രാവശ്യം നമുക്ക് ഡൈ സപ്ലൈ ചെയ്തത്? അത് കുംഭകോണത്തെ നമ്മുടെ പെർമനന്റ് സപ്ലയർ തന്നെ. അയാൾ വിശ്വസ്തനാണ്. ഫാബ്രിക് ലെവലിലാണ് കുഴപ്പമെങ്കിൽ ഇൻച്ച്കേപ്പിന്റെ ക്ലിയറൻസ് എങ്ങനെ കിട്ടി? ഇറ്റ്സ് ഇംപോസിബിൾ. സംതിങ് ഈസ് റോങ് സംവെയർ. മിസ്റ്റർ മഹാദേവൻ, സ്റ്റോപ്പ് സ്റ്റിച്ചിങ് ഇമ്മീഡിയറ്റ്ലി. യെസ് സർ. ബട്ട് ഡൊമസ്റ്റിക് സപ്ലൈക്കും അത് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും അല്ലേ? അതെ. അതിനിടയിലാണ് തൊഴിലാളികളുടെ സ്ട്രൈക്ക്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും യൂണിയൻ ലീഡർ സദാശിവം വഴങ്ങുന്നില്ല. ഈ ക്രൈസിസിൽ എന്നോടൊപ്പം നിൽക്കേണ്ട എന്റെ തൊഴിലാളികൾ എനിക്കെതിരെ തിരിഞ്ഞു. ഒരിക്കലും ഞാൻ അവരോട് മുതലാളിയെ പോലെ പെരുമാറിയിട്ടില്ല. ഞാൻ എന്റെ തൊഴിലാളികളോട് കുറച്ച് മഹാമനസ്കത കാണിക്കാൻ തീരുമാനിച്ചു. എന്റെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് നാളെ മുതൽ ശമ്പളം 20% കൂടുതൽ. ഐഡിയൽ പ്ലാൻ. മൊറൈസ് മുതലാളി തൊഴിലാളികൾക്ക് 20% കൂലി കൂടുതൽ കൊടുക്കുമ്പോൾ പ്രിയദർശനിലെ തൊഴിലാളികൾക്കും അത് ന്യായമായി ഡിമാൻഡ് ചെയ്യാലോ. അവിടം വരെ പോണോ? തൊഴിലാളികളാണ്. തലയെടുത്ത് അവന്റെ കക്ഷത്തിൽ വെച്ചു കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ ഒത്തൊന്നു വരില്ല. ഇവിടെ കുഴിക്കുന്ന കുഴി വേറൊരിടത്ത് ഉണ്ടാക്കാൻ മൊറൈസിന് അറിയാം. നിങ്ങൾ സ്ട്രൈക്ക് തുടങ്ങി വെച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ സമരം തുടങ്ങാം. പക്ഷെ നീണ്ടു നിന്നാലേ തൊഴിലാളികൾ പട്ടിണിയിലാവും. ചുമ്മാ കുത്തിയിരുന്ന് 10 ഇംഗ്ലാ വിളിയടോ. വിപ്ലവ വീര്യം തൊഴിലാളി വർഗത്തിന്റെ സിരകളിൽ നൊരഞ്ഞു പൊന്തട്ടെ.
നാളെ ഇവിടെ ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ ഉണ്ടാകട്ടോ. നേതാവ് പഠിക്കണ്ട കേട്ടോ. തന്റെ റേഷന്റെ കാശ് ഞാൻ മാസം വീട്ടിലേക്ക് അയച്ചു തന്നേക്കാം. എന്നാ പോലെ ഇതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുക ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? പണം എനിക്ക് പ്രശ്നമല്ല കൃഷ്ണനുണ്ണി, മാനവും സൽപ്പേരും. അത് പോയാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? അമ്മേ, ദാസ, ബിസിനസ്സിൽ എത്രയോ ഉയർച്ചകളും താഴ്ചകളും കണ്ടവനാ നീ. നടന്നു പോകുമ്പോ കാലയിൽ ഒരു മുള്ളു കൊണ്ടു. എടുത്തു കളഞ്ഞിട്ട് കൂടുതൽ വേഗത്തിൽ നടക്കണം. എങ്കിലല്ലേ ലക്ഷ്യത്തിലെത്താൻ ഒക്കുള്ളൂ മോനെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ അമ്മേ. മൊറീസ് ഇതും ഇതിലപ്പുറവും പറ്റും. ഈ കളി തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. നമ്മുടെ തകർച്ചയാ അവന്റെ ലക്ഷ്യം. ഇന്നലെ രാത്രിയും ഇവിടെ ഇല്ലായിരുന്നു. ഇത്തരം സില്ലിയായ സ്വകാര്യതകളൊക്കെ മറക്കാനുള്ള പ്രായം നമുക്കായില്ലേ മറിയേ? ഷെറീൻ ഇതുവരെ എത്തിയില്ല. അവള് വരാൻ താമസിക്കുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സിലാദ്യ. നിന്നെയും നിന്റെ മകനെയും പോലെ വയസ്സായ മനസ്സല്ല അവളുടേത്. അവള് ചെറുപ്പമല്ലേ. ലേറ്റർ എൻജോയ്. പറയാൻ അറക്കുന്ന കഥകളാ അവളെ കുറിച്ച് ദിവസവും കേൾക്കുന്നത്. ഡ്രഗ്സ് അടിച്ച് കൂട്ടുകാരുമൊത്ത് ക്ലബിലും ബീച്ചിലും ഒക്കെ കറങ്ങി നടക്കുക അവള്. ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് കൊടുക്കുമ്പോ അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മറിയേ, പൊടിപ്പും തൊങ്ങലും വെച്ച് പലരും പറയുന്ന കഥകൾ കേൾക്കാൻ ഞാൻ കാത് കൊടുക്കാറില്ല. അവൾ വരും. ഷീസ് മൈ ഡോട്ടർ. പിന്നെ എന്നെ കാത്തിരിക്കണ്ട, ഞാൻ വരാൻ വൈകും. ഡാഡി എങ്ങോട്ടാണ് പോണെന്ന് അറിയാം. ഇപ്പൊ തന്നെ ഫാക്ടറിയിൽ പലരും പലതും പറഞ്ഞു തുടങ്ങി. എന്റെ പുറകെ ഭൂതക്കനാടിയും പിടിച്ചോണ്ട് ഒരുത്തരം നടക്കണ്ട. നഷ്ടപ്പെടുന്നത് കുടുംബവും സ്വസ്ഥതയുമാണെന്ന് അങ്ങ് ഓർക്കുന്നില്ല. ഇടി, ഒത്തിരി നഷ്ടപ്പെട്ടും വാശിയോട് അതിലേറെ നേടിയുമാണ് ഞാൻ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. താക്കോൽ പടിലൂടെ ഒളിഞ്ഞു നോക്കി ഭർത്താവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ശീലിച്ച നിനക്ക് ഞാൻ ചവിട്ടിക്കടവുന്ന മുള്ളുകളെ കുറിച്ച് എന്തറിയാം? ഞാൻ ഉണ്ടാക്കി അനുഭവിക്കാനല്ലാതെ ഈ നിൽക്കുന്ന നിന്റെ മകനെ എന്ത് നേടാൻ കഴിഞ്ഞടി? അതിന് ഡാഡി എനിക്ക് അവസരം തന്നിട്ടില്ലല്ലോ. അവസരം ആരും കയ്യിലെടുത്ത് തരില്ല. അത് കണ്ടെത്തണം. അത് കണ്ടുപിടിക്കാനുള്ള ശക്തി വേണം. കയ്പിന്റെ കടല് കുടിച്ച് പറ്റിച്ചവനാ ഞാൻ. ആ ഗതി നിനക്കൊന്നും വരാത്തതിൽ ഈ അപ്പന് സ്തുതി പറയടാ. മോനെ, നീ പോയി അവളെ ഒന്ന് അന്വേഷിക്കേ. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ലമ്മേ. ഓക്കെ പ്രിയ, ബൈ.
Okay, Rupa. We had a nice time together. See you. Yeah, bye. Bye. Why? റിസീവ് ചെയ്യാൻ ആരും എത്തിയില്ലേ? നോ, ഞാനൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ച എക്സാക്ട് ഫ്ലൈറ്റ് ഡാഡി അറിയിച്ചില്ല. നോ പ്രോബ്ലം, ഐ വിൽ ഗിവ് എ ലിഫ്റ്റ്. താങ്ക് യു. പ്രിയമോള് വന്നു. ഹലോ ഉണ്ണിയങ്കിൾ. അങ്കിൾ അങ്ങ് വയസ്സായി പോയല്ലോ. ഓ, അത് എണ്ണ ദോഷം കൊണ്ടാ. മോൾ എന്ത് പണിയാ കാണിച്ചേ? വരാൻ താമസിച്ച വീട് എല്ലാരും അങ്ങ് വിഷമിച്ചു. പാത്തേക്കാതെ പൊട്ടിയിടാ. എവിടെ വെച്ച്? 300 രൂപ. 300 രൂപ. വെൽക്കം മോളെ. ഹായ് ഡാഡ്. മോള് മോർണിംഗ് ഫ്ലൈറ്റ് വരുന്നല്ല അറിയിച്ചത്. സിംഗപ്പൂർ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. ഓ, എന്നിട്ട് എന്താ വിളിച്ചില്ല? ഡാഡിക്ക് ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മോളെ, എത്ര നാളായി കണ്ണിൽ എണ്ണ വെച്ച് മുത്തച്ഛി കാത്തിരിക്കുന്നു. നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. അയ്യോ, നീ അങ്ങ് വളർന്നു പോയല്ലോ. എടാ ദാസ, പെട്ടെന്ന് ചെറുക്കനെ കണ്ടുപിടിച്ചോ. അതിനെന്താ, ഉടനെ ആയിക്കളയാം. വാ മോളെ. ഇനി എന്റെ മോള് പോയി നല്ലപോലെ ഒന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരണം. എന്നിട്ട് വേണം മുത്തശ്ശിക്ക് നിന്റെ അമേരിക്കൻ കഥകളൊക്കെ ഒന്ന് അറിയാൻ. ഓക്കെ മുത്തശ്ശി. പ്രിയമോളെ, ദേ കള്ളം കട്ട് ചെയ്യുന്നത് കണ്ടോ? അത് മാത്രം പറ്റില്ല. കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ഷുഗർ 3+. ഡോക്ടർ സ്ട്രിക്റ്റ് ഡയറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. എടോ, മോള് വന്ന ദിവസമല്ലേ, ഇന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടറോ? ഇലയും പുല്ലും തന്നെ തിന്ന് മടുത്തു. അത് മാത്രം പറ്റില്ല. എന്തൊക്കെ രോഗങ്ങളാണ് ഈ ശരീരത്ത് വെച്ച് കെട്ടി നടക്കുന്നത്. ഇനി ഡാഡിയെ മോളൊന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ പോരാ. എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ച് ഒന്ന് വിശ്രമിക്കാനാണ് എന്റെ തീരുമാനം. നോ ഡാഡി, നോ, നോട്ട് സച്ച് എ ബിഗ് ബിസിനസ്. ഞാൻ ഡാഡിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. നോ 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 നോ. ഈ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാനല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ അമേരിക്കയിലേക്ക് അയച്ച് മോസ്റ്റ് മോഡേൺ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒക്കെ പഠിപ്പിച്ചത്? ഒന്നിലെ ദുഃഖമുള്ളൂ, ഒത്തിരി പ്രോബ്ലംസിന്റെ തീയിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ട് ഇറക്കുന്നത്. മാർക്കറ്റിന്റെ തകർച്ചയും ലേബർ പ്രോബ്ലവും സ്ട്രൈക്കും എല്ലാം. അവൻ പറഞ്ഞത് ശരിയാ മോളെ. ദാറ്റ്സ് ഓക്കെ. ഗാർമെന്റ് ഡിസൈനിങ് എന്റെ ഡ്രീമാണ്, എസ്പെഷ്യലി മെൻസ് വെയർ.
ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഫൈൻ, അപ്പൊ നാളെ തന്നെ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ. വൈ നോട്ട്? ദാസാ അവള് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞോട്ടെ. അതെ ഡാഡി, ഞാൻ ഇവിടുത്തെ ശുദ്ധവായു ഒക്കെ ഒന്ന് ശ്വസിച്ചോട്ടെ. ആ അത് ശരിയാ മോനെ. ഈ അമേരിക്കൻ റിട്ടേൺ ബട്ടർഫ്ലൈ ഇവിടുത്തെ പൂക്കളൊക്കെ മണത്ത് പാറി പറന്നൊന്ന് നടക്കട്ടെ മോനെ. പ്രതിഫലം മോഹിച്ച് ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല സർ. ബാബയ്ക്കും ജാസ്മിനും സുഖമല്ലേ? അതെ. തുണിമില്ലിന്റെ മറവിൽ മയക്കുമരുന്ന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തി കോടികൾ സമ്പാദിക്കുന്ന മൊറൈസിന്റെ പ്രതികാരത്തിന് എന്റെ മകൾ ഒരു ദൈവദൂതനെ പോലെ നീ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ. മൊറൈസിനെ അടിക്കാനുള്ള ഒരു വടിയും ഞാൻ പാഴാക്കില്ല സർ. എന്റെ ന്യായവിധിക്ക് മുമ്പിൽ പരാജയപ്പെട്ട മൊറൈസ് പകരം വീട്ടാനായി വിദേശത്തു നിന്നും മടങ്ങി വന്ന എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഉറപ്പായപ്പോ ഞാൻ നിന്റെ ബാബയെ സമീപിച്ചത് പാഴായില്ല. എന്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തി. അതിന് കാരണക്കാരൻ നീയും. പറയൂ, അനീതിക്കെതിരെ നേടിയ ഈ വിജയം, ഈ സന്തോഷം എങ്ങനെ നീയുമായിട്ട് ഞാൻ പങ്കിടണം? അങ്ങേ പോലുള്ളവർ എന്നും ഞങ്ങൾക്ക് ഉയരങ്ങളിലാണ്. അവിടെ നിന്ന് ഒരടി പോലും താഴേക്കിറങ്ങരുത്. സമൂഹത്തിലെ അർബുദങ്ങളിലൊന്നായ മയക്കുമരുന്നിനെതിരെ പൊരുതാൻ അങ്ങെനിക്കൊരു അവസരം തന്നു. മൊറൈസിലേക്കുള്ള ദൂരം അങ്ങെനിക്ക് കുറച്ചു തന്നു. ഞാനാണ് സാർ നന്ദി പറയേണ്ടത്. മുതലാളി പുറപ്പെട്ടു കഴിഞ്ഞു, കൃത്യസമയത്ത് തന്നെ എത്തും. അതിപ്പോ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വന്തം കപ്പല് നാളെ എപ്പോ വേണേ മുറിക്കാലോ. ഹായ് ഷെറിൻ. ഹലോ. മൊറൈസ് മുതലാളിയുടെ ബിസിനസ് കടലുകൾ താണ്ടി ചൈത്രയാത്ര നടത്തുന്നതിന്റെ പ്രതീകമാണ് ഈ പുതിയ കപ്പൽ. ഇങ്ങനെ നിരവധി കപ്പലുകൾ വാങ്ങിക്കൂട്ടി മൊറൈസ് മുതലാളി ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുതൽ കൂട്ടട്ടെ എന്നാണ് എന്റെ ആശംസ. താങ്ക് യു. സുഹൃത്തുക്കളെ, ചക്രവാളങ്ങൾക്കും അപ്പുറം എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് അതിരുകൾ വളർത്തണമെന്ന ആവേശമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പോൾ കടലിറക്കാൻ പോകുന്ന ഈ കൊച്ചു കപ്പൽ പോലും ആ യാത്രയ്ക്കുള്ള ഒരു എളിയ തുടക്കം മാത്രം. അനുഗ്രഹിച്ചാൽ തൊഴിലാളി ഐക്യം തന്നേ തീരൂ, തന്നേ തീരൂ. ശമ്പള വർധന തന്നേ തീരൂ. തൊഴിലാളി ഐക്യം തന്നേ തീരൂ, തന്നേ തീരൂ. ശമ്പള വർധന തന്നേ തീരൂ. തൊഴിലാളി ഐക്യം. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി കൊള്ളാം, പക്ഷെ ഇവിടുത്തെ ഉശിരുള്ള ചെറുപ്പക്കാരെ അങ്ങനെ ചിരിച്ച് മയക്കാമെന്ന് കരുതണ്ട. ആ പോയട്ടെ പോയട്ടെ. താങ്ക് യു. വെൽക്കം. പ്ലീസ്. ആ ലേബർ ലീഡറെ വിളിക്കൂ. ആ വേഗം വിളിക്കൂ. മിസ്റ്റർ എന്താണ് പേര്? മഹാദേവൻ, മാനേജർ. മിസ്റ്റർ മഹാദേവൻ,
സ്ട്രൈക്ക് തുടങ്ങിയ ദിവസങ്ങളായിട്ടും എന്താണ് വേണ്ടത്ര പോലീസ് പ്രൊട്ടക്ഷൻ നിങ്ങൾ ആവശ്യപ്പെടാഞ്ഞത്? അത് ലേബേഴ്സിനെ ടഫായി നേരിടേണ്ടെന്ന് ദാസ് സാറിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. നൗ യു കോൾ എഡ്യൂക്കേറ്റ് പോലീസ് പ്രൊട്ടക്ഷൻ. ഓക്കെ മാഡം. പ്രിയമോള് ചാർജ് എടുക്കുന്ന ദിവസമായതുകൊണ്ട് ഡാഡി തന്നെ നേരിട്ട് ASP ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വിളിപ്പിച്ചേ? പുതിയ MD-യുടെ പവറൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. Shut up. തൊഴിലാളി നേതാവെന്നും പറഞ്ഞ് എന്ത് മര്യാദകേടും പറയാമെന്ന് തന്നെ ആരാ പഠിപ്പിച്ചത്? ഓക്കേ, വാട്ട്സ് യുവർ പ്രോബ്ലം? തൊഴിലാളികൾക്ക് 20% ശമ്പളം കൂടുതൽ വേണം. അതിനനുസരിച്ചുള്ള ബോണസ് വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ സമരം തീരില്ല. എനിക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് പഠിക്കാൻ അല്പം സമയം അനുവദിക്കാമോ? കമ്പനി നേരിടുന്ന പ്രോബ്ലംസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങളെ പട്ടിണിക്കിടാനുള്ള ഭാവമെങ്കിൽ തട്ടി തകർത്ത് കളയും. എന്നാണോ? ബാംഗ്ലൂർ സ്റ്റോക്കിസ്റ്റ് ഗൗഡയുടെ കത്ത. അയാൾ വലിയ പ്രോബ്ലം ആയിരിക്കുക. പേയ്മെന്റും റെഗുലർ അല്ല. അവന്റെ അമ്മയുടെ 16. എടോ അവന്റെ പേര് വെട്ടി വേറെ ആമ്പിളറെ കേട്ടടോ. ശരി സർ. ആ ചെല്ല്. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. മറിയാം, വിഷ്ണു ഇങ്ങോട്ട് വരുന്നത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. ചാർജ് എടുത്തിട്ട് 2 ദിവസമായി. ഇന്നേ വരാൻ തരപ്പെട്ടുള്ളൂ. ആ മറിയാം, ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പുതിയ ASP വിഷ്ണു. നമസ്കാരം. മരിച്ചുപോയ നമ്മുടെ ഇൻസ്പെക്ടർ ജയനില്ലേ, അദ്ദേഹത്തിന്റെ മകനാ. ഓർക്കുമ്പോ എല്ലാം ഇന്നലെ നടന്നതുപോലെ എന്റെ കൺമുമ്പിലുണ്ട്. എന്റെ നെഞ്ചിൽ കൊള്ളുന്ന വിശ്വാസന്റെ കുത്ത എന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ ഏറ്റുവാങ്ങിയത്. ജയൻ എന്റെ കൈകൾ കിടന്നാ മരിച്ചത്. കാപ്പി കുടിച്ചിട്ടേ പോകാവൂ. ശരി. എല്ലാം വിധി. ആ ചോദിക്കാൻ മറന്നു, അമ്മ നാട്ടിലാണ്. ആ മണ്ണ് വിട്ടു പോരാൻ അമ്മയ്ക്കൊരു മടി. അപ്പോ ഒറ്റയ്ക്കൊരു ബാച്ചലർ ലൈഫ് അല്ലേ? ഇനി വിഷ്ണുവിന് ഇവിടെ എല്ലാത്തിനും ഞാനുണ്ട്. നിന്റെ അച്ഛന്റെ സ്ഥാനത്താണെന്ന് കൂട്ടിയാ മതി. താങ്ക് യു. ഈ സമരം ഇന്നിവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഒക്കില്ലല്ലോ. ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ഈ സമരം തീരില്ല. ശരി, നിങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിക്കുന്നു. ഇത് ഞങ്ങളെ കൊടുക്കാനുള്ള തന്ത്രമൊന്നുമല്ലല്ലോ. അടവും തന്ത്രവും ഒക്കെ പയറ്റുന്നത് നിങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാനാവൂ. ഞാൻ നിങ്ങളിൽ ഒരുവളാണ്, നിങ്ങളുടെ സഹോദരി. നമുക്ക് ഒരുമിച്ച് നിന്ന് വീണ്ടും ഈ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. ഡാഡ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ റിസർച്ചിലായിരുന്നു. പ്രിയദർശിനി മിൽസ് നേരിടുന്ന ഗുരുതരമായ പ്രോബ്ലംസ് ഞാൻ കണ്ടെത്തി. What is that? നമ്മൾ ജീവിക്കുന്നത് ഇന്നിലല്ല, ഇന്നലെയിലാണ്. What do you mean? യെസ് ഡാഡ്, ടെക്സ്റ്റൈൽ ഫീൽഡിലും ഗാർമെന്റ് ഡിസൈനിങ്ങിലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേരെ നാം ഇനിയും കണ്ണു തുറന്നിട്ടില്ല. നാം ഇപ്പോഴും ഇവിടെ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ പഴമയെ വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോഡക്ട്സ് പഴഞ്ചനാണെന്നാണോ പറയുന്നത്? ഐ എം ടോക്കിംഗ് അബൌട്ട് ദ കൺസെപ്റ്റ്. നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നെയ്തിറക്കുന്ന വസ്ത്രങ്ങളുടെ പാറ്റേണിങ്ങിലും ഡിസൈനിങ്ങിലുമുള്ള ഒരു സങ്കല്പം. അത് ഈ തലമുറയുടെ ടേസ്റ്റിനെ ആകർഷിക്കാൻ പോരുന്നവയല്ല. മാഡം, സിംപ്ലിസിറ്റിയാണ് ഇന്ത്യൻ ട്രഡീഷൻ. ഐ അഗ്രി, സിംപ്ലിസിറ്റി വേണം. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർ സിംപ്ലിസിറ്റിക്ക് അപ്പുറത്ത് പലതും ആഗ്രഹിക്കുന്നു. കംഫർട്ട്, ഗ്ലാമർ, അങ്ങനെ പലതും. നഗ്നത മറയ്ക്കാൻ മാത്രമാണോ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? ഐ ഡോണ്ട് തിങ്ക്. മനസ്സിന്റെ ഷെയ്ഡുകളെയും ടോട്ടൽ പേഴ്സണാലിറ്റിയും പ്രതിഫലിപ്പിക്കുന്നതാകണം വസ്ത്രങ്ങൾ. അത്തരമൊരു മാറ്റത്തിന് നാം തയ്യാറായില്ലെങ്കിൽ we will be out from the road. I agree.
മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ഞാനും സമ്മതിക്കുന്നു. ബട്ട് വാട്ട് കൈൻഡ്സ് ഓഫ് ചേഞ്ച്? ഡാഡി, നാം ഇവിടെ ടാർഗറ്റ് ആക്കേണ്ടത് ഇന്ത്യയിലെ പുരുഷന്മാരെയാണ്. ഞാൻ അമേരിക്കയിലായിരുന്നെങ്കിലും എന്റെ കണ്ണുകൾ ഇവിടെയായിരുന്നു. ഔട്ട്ലുക്കിന്റെയും ഫാഷന്റെയും കാര്യത്തിൽ ഇന്ന് പുരുഷന്മാർ ഇവിടെ സ്ത്രീകളെ ഔട്ട്സ്മാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നിവിടെ ബ്യൂട്ടി പാർലറുകളിലും ഹെൽത്ത് ക്ലബ്ബുകളിലും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ തിരക്കാണ്. സോ ഇനി നമുക്ക് അവരെയാണ് കേറ്റർ ചെയ്യേണ്ടത്. Yeah. Maybe something like this. ഇതുപോലെ എന്തെങ്കിലും ആണോ നീ ഉദ്ദേശിച്ചത്? യെസ്. ബട്ട് യു നോ സംതിങ്, ഇന്ത്യൻ വിപണിയിൽ ജെൻസ് ഗാർമെന്റ്സിന്റെ കുത്തക മൊറൈസ് ഗ്രൂപ്പിനാണ്. സോ വാട്ട്? ആ മോണോപോളി ഞാൻ തകർക്കും. ഫാഷൻ റെവല്യൂഷൻ ബൈ പ്രിയ. പ്രിയദർശിനിയും പ്രിയാവെയറും യുവാക്കളുടെ ഹരം. അപ്പോൾ മൊറൈസ് ആ പേട്ട് പെണ്ണിന്റെ മുന്നിൽ മുട്ടയിലഴയണം അല്ലേ? നമ്മൾ കൊടുത്തടിക്കൊന്നും അവന്റെ പത്തി താഴ്ന്നില്ല. മകളെ മുൻനിർത്തി ദാസ് അങ്കൻ രണ്ടാം മൂഴം കുറിച്ചിരിക്കുക. സിറ്റുവേഷന്റെ സീരിയസ്നെസ് സാറ് മനസ്സിലാക്കുന്നോ എന്ന് എനിക്കൊരു സംശയം. മെൻസ് വെയറിൽ നമ്മുടെ കൺട്രോൾ ദർശൻ ദാസ് തകർത്തു. അവനെ തീർത്ത് കിട്ടാൻ ഞാൻ അന്നേ പറഞ്ഞതാ. ചോരയിൽ പതഞ്ഞു പൊന്തുന്ന ഷുഗറും വാലുപോയ ഹാർട്ടും പൊട്ടിത്തെറിക്കുന്ന പ്രഷറുമുള്ള ദർശൻ ദാസ് വെറും ഒരു സോപ്പ് കുമ്പളയാ. ആരും അത് ഊതണ്ട, അത് ആരെ പൊട്ടിക്കോളും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പൊട്ടുന്നത് നമ്മളായിരിക്കും. എടാ, നിനക്ക് നല്ല ശരീരമുണ്ട്, പക്ഷെ ശിരസിനകത്ത് ചകിരിച്ചോറ. എന്റെ മുന്നേ ഇനി അവനല്ല, എന്നെ വെട്ടാൻ അവൻ കളത്തിലിറക്കിയിരിക്കുന്ന അവന്റെ മകളാ പ്രിയ. പ്രിയയുടെ തലയിലെ കമ്പ്യൂട്ടർ ഇനി ടെക്സ്റ്റൈൽ ശിശുക്കളെ പ്രസവിക്കരുത്.
Now the winner of the day, the Priya Fashion Queen, Miss Archana. ഇനി ഈ സായാഹ്നത്തിലെ ഏറ്റവും വർണ്ണപ്പകിട്ടാർന്ന ചടങ്ങ്, the crowning of Miss Archana by our chief guest Miss Priyadarshini. എക്സ്ക്യൂസ് മീ, യെസ്, ഞങ്ങൾ മേഡത്തിന്റെ ആരാധകരാണ്. താങ്ക് യു. ഒരു വാക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ഷുവർ. ഹലോ, ദർശൻ ദാസ് ഹിയർ. മിസ്റ്റർ ദർശൻ ദാസ്, ഇന്ന് ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ മകൾ രക്ഷപ്പെട്ടു. ഹലോ ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണമെന്നില്ല. അവളെ രക്ഷപ്പെടുത്തിയവന്റെ കൈകൊണ്ട് എന്റെ കൂട്ടത്തിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനും ചേർത്തായിരിക്കും അവൾക്കുള്ള അടുത്തടി. നിങ്ങൾ ആരാണ്? എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു? എനിക്കൊരിക്കലേ ഉന്നം പഴിക്കൂ. കണ്ടോളാം. സർ, എന്താ? ആരാണ്? മാഡത്തിന് എന്തെങ്കിലും? ആരാണെന്ന് പറഞ്ഞില്ല. മോളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ആരോ രക്ഷപ്പെടുത്തിയത്രേ. ഭീഷണി ആവർത്തിക്കായിരുന്നു ഫോണിൽ. സർ, സൂക്ഷിക്കണം. ആരാധകരോടൊപ്പം
മാഡം ഒത്തിരി ശത്രുക്കളെയും സമ്പാദിച്ചിട്ടുണ്ട്. മോളെ നീ എത്തിയോ? താങ്ക് ഗോഡ്. എന്താ സംഭവിച്ചത് മോളെ? ഡാഡി പറഞ്ഞത് ശരിയാണ്. ഈ സിറ്റി ഭരിക്കുന്നത് ക്രിമിനൽസ് ആണ്. വാട്ട് യു മീൻ? ശരിക്കും ഒരു ഗ്യാങ് വാർ. എന്താ മോനെ, എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മേ. മോള് മടങ്ങി വരുമ്പോ സ്ട്രീറ്റിൽ ആരോ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ്, അത്രേ ഉള്ളൂ. എടോ കൃഷ്ണനുണ്ണി, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മോള് പുറത്തു പോകുമ്പോ കൂടെ പോണമെന്ന്? അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഞാൻ നിർബന്ധിച്ചതാ, പ്രിയമോളെ സമ്മതിക്കണ്ടേ? അതിന് ഞാനായിരുന്നില്ലല്ലോ അവരുടെ ലക്ഷ്യം. എന്നാലും മാഡം ഒന്ന് കെയർഫുൾ ആകണം. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഫീൽഡിലെ സെൻസേഷൻ ആണെന്ന് മാഡം. എന്റെ ദൈവമേ, ആദ്യ പിടിച്ചുപോയി. വാ മോളെ. കൃഷ്ണനുണ്ണി, എന്റെ മകളുടെ നെഞ്ചിൽ തറക്കേണ്ടതാ ആ ബുള്ളറ്റ്. ഭാഗ്യത്തിന്റെ നൂലിഴ കൊണ്ട് അവളിന്ന് രക്ഷപ്പെട്ടു. ആ മൊറൈസ് ആണ് ഇതിന്റെ പിന്നിൽ, സംശയമില്ല. എനിക്കാകെ ഭയമായിരിക്കുന്നു. അങ്ങ് സമാധാനമായിട്ടിരുന്നാട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ആ, ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? അയ്യോ, അത് വേണ്ട. എപ്പോഴും പോലീസിന്റെയും തോക്കിന്റെയും വലയത്തിൽ പ്രിയമോൾക്കൊന്ന് സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ പോലും പറ്റില്ല. മാത്രവുമല്ല, പുതിയ ASP വിഷ്ണു മൊറൈസുമായിട്ട് വലിയ ചങ്ങാത്തത്തിലുമാണ്. കൃഷ്ണനുണ്ണി, എനിക്കുള്ളതെല്ലാം ഞാൻ വിട്ടുകൊടുക്കാം. എനിക്ക് എന്റെ മകളെ വേണം. അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താണമ്മേ? അറ്റുപോയ കണ്ണി മുന്ന. ആ, അമ്മ പറഞ്ഞത് ശരിയാ. മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വേണ്ടമ്മേ. എന്താ? മുന്നാഭായി വിളമ്പുന്ന നന്ദികേടന്റെ കഥയ്ക്ക് മുന്നിൽ എനിക്ക് മുഖമില്ല. സ്വന്തം മുഖത്തേക്കാൾ വലുത് മകളുടെ ജീവിതം തന്നെയാ. അത് നീ മറക്കണ്ട. മുന്ന, എത്ര കാലമായി തമ്മിൽ കണ്ടിട്ട്, നമുക്കിടയിൽ വർഷങ്ങളുടെ അകലം. മാപ്പ്. എനിക്ക് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒറ്റക്കൈ എന്റെ പരുക്കൻ ശരീരം നിങ്ങൾക്ക് രുചിച്ചില്ലെങ്കിലോ? ഒന്നും മനസ്സിൽ വയ്ക്കരുത്. ഞങ്ങൾക്കിനി മുന്നേ ഉള്ളൂ. ഏണിപ്പടികൾ കയറി ഉയരങ്ങളിലെത്തിയപ്പോൾ മനഃപൂർവ്വം മറന്നു എന്ന് കരുതരുത്. പലതും ഓർക്കാതെയുള്ള ഒരു ഓട്ടപ്പന്തയമായിരുന്നു. വേണ്ട, നന്ദികേടിന്റെ ഉപ്പലിച്ച് ഇവിടെ മീറനാക്കണ്ട. എല്ലാവർക്കും എന്നും മുന്നേ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പോഴൊന്നും ആരും ഉണ്ടായില്ല. പക്ഷേ മുന്നേ മാറിയിട്ടില്ല. ഇപ്പൊ വന്ന് എന്തിനാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ മകളെ രക്ഷിക്കണം. പ്രിയമോളുടെ ജീവൻ അപകടത്തിലാണ്. മറുത്തൊന്നും പറയരുത്. അവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. പകരം എനിക്കുള്ളതെല്ലാം ഞാൻ മുന്നാക്കി തരും. നമ്മുടെ കണക്ക് പുസ്തകത്തിൽ പ്രതിഫലത്തിന് താളുണ്ടോ? കൂലിക്ക് ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. ഇല്ല, എങ്കിലും പറഞ്ഞുപോയി. അവൾക്ക് ചുറ്റും ഉറങ്ങാത്ത രണ്ട് കണ്ണുകൾ. അതെ. ബലി കൊടുത്ത ഈ കൈക്ക് പകരം ഞാൻ വളർത്തി വലുതാക്കിയ മറ്റൊരു കൈയുണ്ട്. ആ കൈ നിങ്ങളുടെ മകളുടെ രക്ഷയ്ക്കെത്തും. Can I keep these documents? Yes. You bring this file tomorrow, okay? Okay, ma'am. Shall I make a move? Okay, you can go. Good morning.
Please get out. Get out from my car. Drive home. Daddy! Daddy! എന്താ മോളെ? Call the police. എന്ത് പറ്റി? ആ സ്ട്രീറ്റ് റൗഡി എന്നെ ഫോളോ ചെയ്യുന്നു. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി എന്റെ കോ ട്രാവലറെ കിഡ്നാപ്പ് ചെയ്തത് ഇയാളാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിലുണ്ടായ ഫൈറ്റ്, അതിന്റെയും ഹീറോ ഇയാൾ തന്നെയാണ്. ഡാഡ്, ഹാൻഡ് ഓവർ ഹിം ടു ദ പോലീസ്. ഞാൻ ഗൗതം, മുന്നാബായി അയച്ചാണ്. കൊള്ളാം, ഞങ്ങളെയൊക്കെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വാട്ട്സ് ഓൾ ദിസ് നോൺസെൻസ്? മോളെ, ഇനി നമുക്ക് പേടിക്കാനില്ല. ഗൗതം, എന്തായിരുന്നു നാടകം? സോറി സർ. കാത്തു സൂക്ഷിക്കേണ്ട നിധിയുടെ കനമറിയാൻ കാവൽക്കാരനൊരു കൗതുകം. തുടക്കം ഒരല്പം നാടകീയമായിക്കോട്ടെ എന്ന് കരുതി. That's all right. പ്രിയ, ഇനി നിന്റെ രക്ഷ ഗൗതമിന്റെ കയ്യിലാണ്. ഈ സ്ട്രീറ്റ് ഫൈറ്ററിനെയാണോ ഡാഡി എന്റെ രക്ഷ ഏൽപ്പിക്കുന്നത്? ഡാഡി, ഐ ഫീൽ പിറ്റി ഫോർ യു. Don't talk rubbish. നിനക്കൊരു സെക്യൂരിറ്റി ആവശ്യമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ നിനക്ക് ചുറ്റും നീ അറിയാതെ പലതും നടക്കുന്നുണ്ട്. അതിന്റെ ഗൗരവം ഞങ്ങൾ നിന്നെ അറിയിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, പക്ഷേ ഇയാളെ എനിക്ക് എന്റെ ബോഡി ഗാർഡായി വേണ്ട. മോളെ, ഇത്തരം കാര്യങ്ങളിൽ ഡാഡിയും മുത്തശ്ശിയും എടുക്കുന്ന തീരുമാനങ്ങൾ മോൾ അനുസരിച്ചേ പറ്റൂ. എന്റെ ഗുരുവായൂരപ്പാ, മനസമാധാനത്തോടെ ഇനിയൊന്ന് ഉറങ്ങാമല്ലോ. ഐ കാൻറ്റ് സ്റ്റാൻഡ് ഓൾ ദിസ് നോൺസെൻസ്. മോളെ പ്രിയ, ഇവൾക്ക് പകരം വെക്കാൻ എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ ഗൗതം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഗൗതത്തിന് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കാം. താങ്ക് യു. ബാബാ, അങ്ങനെ നോക്കാതെ വേണേ, കണ്ണു തട്ടും. ഓ, ഈ പാന്റും കോട്ടും സൂട്ടൊക്കെ ഇട്ടണ്ടേ ഇക്കയെ കാണാൻ എന്തൊരു ചന്തം. ആ, അങ്ങനെ ഒരുപാട് വേഷം കെട്ടാൻ വിധിക്കപ്പെട്ടവനാ മോളെ ഈ ഇക്ക. ഓ, പിന്നെയും തുടങ്ങി എനിക്ക് മനസ്സിലാകാത്ത ഇക്കയുടെ വാപ്പയുടെ ഓരോ ഭാഷകള്. നിനക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലായില്ല ഇക്കയല്ലാതെ. ആ, വാപ്പയും കാതറും ഒക്കെ എവിടെ? എനിക്കറിയാം, ഇക്ക വിഷയം മാറ്റല്ലേ. ഡി മോളെ, വാപ്പയും കാതറും എവിടെ നിന്നാണ് ചോദിച്ചത്. മോനെ, ജോലി അപകടം പിടിച്ചതാണ്. പ്രിയയുടെ നേർക്ക് ഏത് നിമിഷവും പാഞ്ഞു വരാവുന്ന വെടിയുണ്ട നിന്റെ നെഞ്ചു തുളച്ച് കയറിയെന്ന് വന്നേക്കാം. പക്ഷെ ഈ ദൗത്യം ഒഴിവാക്കാൻ ഒക്കില്ല മോനെ. മൊറൈസിന്റെ തന്ത്രങ്ങളെ ഞാൻ അതിജീവിക്കും. അയ്യോ, ഇതുവരെ പോയില്ലേ? എങ്ങോട്ട്? പ്രിയമോള് പോയി കഴിഞ്ഞു ജോഗിങ്ങിന്. അത് കഴിഞ്ഞ് സ്വിമ്മിങ്, സ്റ്റീം ബാത്ത്. എനിക്ക് വയ്യ. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ദാ കുഴഞ്ഞു. ഞാൻ കൃഷ്ണനുണ്ണി, ടെക്സ്റ്റൈൽ ടൈക്കൂൺ ദർശൻ ദാസിന്റെ സെക്രട്ടറി കം PA കം ഫിലോസഫർ കം അഡ്വൈസർ കം 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 കം. ഓ, അപ്പൊ ഓൾ ഇൻ വൺ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ആ മുഖത്തെ ഗൗരവം അറിയല്ലോ. പിന്നെ ഗൗതം, ഒന്നും തോന്നരുത്. പ്രിയമോള് ഒരിത്തിരി ശാഠ്യക്കാരിയാ, അതുകൊണ്ട് ഒന്ന് തഞ്ചത്തിൽ നിന്നോണേ. ഓ, മെരുക്കാൻ എത്തുന്നവനെ ഏത് മൃഗവും ആദ്യം പുറങ്കാലുകൊണ്ടെന്ന് എറിയും. ഞാൻ മാനേജ് ചെയ്തോളാന്നേ. ആ, പിന്നെ പ്രിയമോളുടെ ടൈം ടേബിള് കൃത്യം 10 ഉണ്ടെങ്കിൽ ഓഫീസിൽ പോയിരിക്കും. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 8 മണിക്ക് ഡ്രസ്സിങ്, 7 മണിക്ക് കുളി. ഓ, അവിടെയും ഞാൻ വേണം. പിന്നെ പിന്നെ എന്തിനാ അവിടെ പോണേ? ആള് കൊള്ളാലോ, തമാശക്കാരൻ തന്നെ. ഇങ്ങനെ ഒരാള് തന്നെയാണ് നമ്മുടെ പ്രിയമോൾക്ക് ആവശ്യം.
യു വാണ്ട്? മാഡത്തിനെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. നെവർ മൈൻഡ്. എന്നെ നോക്കാൻ എനിക്കറിയാം. ഐ എം സോറി. നിങ്ങളുടെ രക്ഷ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും. സ്റ്റോപ്പ് റൈഡിംഗ് ആൻഡ് കം. Shut up. It's none of your business. Leave me. എന്നെ തൊടാൻ ഇത്രയ്ക്ക് ധൈര്യമോ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഐ എം സോറി. മനഃപൂർവ്വമായിരുന്നില്ല. കാവൽക്കാരന് തൊടാം, കാത്തു സൂക്ഷിക്കാൻ. ടേക്ക് ദ കാർ. സുൽത്താനെ മോഹിപ്പിച്ച അറബിക്കഥയിലെ രാജകുമാരിയല്ലേ നീ? നിനക്കിവിടെ എന്ത് കാര്യം? ഇത് വീടല്ല, കമ്പനിയുമല്ല. അറിയാം. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിലെ ഒരു സാധാ ഗുമസ്തയ്ക്ക് എന്റെ ഡാഡി ഇഷ്ടദാനമായി കൊടുത്ത ബംഗ്ലാവാണിതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനഃപൂർവ്വമാണ്. ഡാഡിയുടെ ജീവിതത്തിൽ ഒരു നീരാളിയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇവളുടെ സാന്നിധ്യത്തിൽ എനിക്കത് പറയണം. പറഞ്ഞു തൊലക്കടാ. തൊലഞ്ഞുകൊണ്ടിരിക്കുക. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആളില്ലാതെ മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്നു. അതിനിടയിൽ പ്രിയദർശിനിയെ തോൽപ്പിക്കാൻ തുഗ്ലക്കിനെ പോലെ 20% ശമ്പളം വർദ്ധിപ്പിച്ചതിന്റെ ദുരന്തം. ഈ വർഷം കമ്പനിയുടെ നഷ്ടം ഭീമമായിരിക്കുമെന്ന് ഓഡിറ്റേഴ്സ് പറയുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഡാഡിക്ക് സമയമില്ലല്ലോ. ഒന്നുകിൽ പ്രിയയുടെ തലയെടുക്കാനുള്ള തന്ത്രം, അല്ലെങ്കിൽ ഇഷ്ടക്കാരിയോടത്തുള്ള ഉല്ലാസം. ബിസിനസിന്റെ ത്രാസിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും. നീ എന്നെ പുതിയ ഗുണനെ പട്ടിയൊന്നും പഠിപ്പിക്കണ്ട. പിന്നെ തന്ത എങ്ങനെ ഉല്ലസിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു മകനെയും എനിക്ക് ആവശ്യമില്ല. ഡാഡിക്ക് ആരെയും ആവശ്യമില്ലല്ലോ. കാലത്തിനൊത്ത് പ്രൊഡക്ഷന്റെയും മാർക്കറ്റിംഗിന്റെയും തന്ത്രങ്ങൾ മാറ്റാനുള്ള എത്ര പ്രപ്പോസൽസ് ഞാൻ വച്ചു. ഡാഡിക്കും ഡാഡിയുടെ ഗുണ്ടകൾക്കും അതൊന്നും മനസ്സിലാവില്ല. എന്റെ തുണിമില്ലേ ഇനി അങ്ങ് അറബിക്കടലിൽ താണുപോയാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല. അതിനേക്കാൾ വില തരുന്ന വിത്ത് ഞാൻ വേറെ വിതച്ചിട്ടുണ്ട്. പക്ഷെ ആ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളിൽ നിന്ന് ഡാഡി കൊയ്തു കൂട്ടുന്നത് ദുരന്തങ്ങളായിരിക്കും. ഡാഡിക്ക് ചെറിയേക്കാൾ പ്രായമുണ്ട്, കൂടുതൽ പരിചയവും. അത് മറക്കണ്ട. എന്റെ ഡാഡിയുടെ പ്രായം നീ എന്നെ ഓർമ്മിപ്പിക്കുന്നോ? അത് അറിഞ്ഞിരിക്കേണ്ടവൾ നീയാ. എന്റെ വീട്ടിൽ അഴുക്ക് തൂത്ത് കറ പിടിച്ച കുറ്റിച്ചൂലുണ്ടോ? നിന്നെ അടിച്ചറക്കാം. അവനെ വേണ്ട, എന്നെ ചൊല്ലി ആരും അംഗം വെട്ടണ്ട. ജനി, ജനി, പുറത്ത് വെയിറ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? അതെ. പിന്നെന്താ ഇവിടെ? ഇതിനകം അത്ര സേഫ് അല്ലെന്ന് തോന്നി. എനിക്കൊന്ന് ബാത്റൂമിൽ പോണേല് നിങ്ങൾ അവിടെയും വരുമോ? ബാത്റൂമിന് ഒരു ഡോറേ ഉള്ളെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യും. അതല്ല 2-3 ഡോർ ഉണ്ടെങ്കിൽ അകത്ത് വരും. സേഫ്റ്റി മെഷർ. വാട്ട്? സേഫ്റ്റി മെഷർ. മമ്മിയുടെ മോള് സുന്ദരിയാണല്ലേ? അണിഞ്ഞൊരുങ്ങി എന്നും വൈകിട്ട് ഇറങ്ങി പോകുന്ന നീ തിരിച്ചു വരുന്നവരെ ഞാൻ തീ തിന്നാ മോളെ. നീ ഒത്തിരി വളർന്നു പോയെന്ന് എനിക്കൊരു തോന്നല്. ഒരുപാട് സ്വപ്നങ്ങൾ മമ്മി നിന്നെ പറ്റി നെയ്തു കൂട്ടിയിട്ടുണ്ട് മോളെ. ഐ ആം നോട്ട് ഗെറ്റിംഗ് യു. നിന്റെ പ്രായത്തെയും ശീലങ്ങളെയും എനിക്ക് പേടിയാ മോളെ. എന്നെ നോക്കാൻ എനിക്കറിയാം മോളെ. ഉപദേശിക്കുമ്പോൾ നിനക്ക് മമ്മിയോട് വെറുപ്പ് തോന്നും. പക്ഷെ നീയും എന്നെ പോലെ ഒരു അമ്മയാകേണ്ടവളല്ലേ? ഇത് മമ്മിയുടെ ടീനേജ് പോലൊന്നുമല്ല. വീടിന്റെ ചുമരുകൾക്കുള്ളിൽ വീർപ്പ് മുട്ടി, മാരേജ്, ഡെലിവറി. ഓ, ഐ കാൻ ഇമാജിൻ. ഐ വാണ്ട് ടു ഫ്ലൈ മമ്മി. പറന്ന് പറന്ന് അങ്ങ് ദൂരെ ദൂരെ എവിടേക്കെങ്കിലും. ശരിയാ മോളെ. ഓരോ അസ്തമനം കഴിയുമ്പോഴും നീ എന്നിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. ഡോണ്ട് ബി സില്ലി. ഓക്കേ, ബൈ.
ഹായ് ഷെറിൻ, വെൽക്കം ടു മൈ കാസിൽ. വേർ ഈസ് ഡാഡ്? ഞാൻ ഓഫീസിലും ഗസ്റ്റ് ഹൗസിലും അന്വേഷിച്ചു. ഡാഡി ഇപ്പൊ ക്ലബിലായിരിക്കും. ഓ, ആ വയസ്സന്മാരുടെ ക്ലബ്. നോട്ടി പ്ലേസ്. ഐ കാൻ ഗോ ദെയർ. ബട്ട് എനിക്ക് ഡാഡിയെ കാണണമല്ലോ. അത്യാവശ്യമാണെങ്കിൽ എന്റെ ബോസിന്റെ മകളെ ഞാൻ സഹായിക്കാം. ഐ നീഡ് സം മണി. ഷാൽ ഐ ഗിവ് സം മണി? താങ്ക് യു. ബട്ട് എനിക്ക് വേണ്ടത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഡെഫിനറ്റ്ലി. ഓർഡർ ചെയ്താൽ മതി, ഞാൻ കാൽ കീഴിലുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ? നോ, നെവർ. ഐ വാണ്ട് സം സ്റ്റഫ്. യാ, ഐ തിങ്ക് സിറ്റിയിലുള്ള എല്ലാ ഡ്രഗ് സെന്ററുകളും ഡ്രൈ ആയിപ്പോയോ? ഒരിടത്തും കിട്ടുന്നില്ല. ഷെറിൻജി, വൈകുന്നേരം ഒന്ന് ചൂടാകാൻ നിനക്ക് നിന്റെ കൂട്ടുകാർക്കും ഇത്തിരി സ്റ്റഫ് വേണം അല്ലേ? അതിനെന്തിനീ ഒളിച്ചുകളി? ഞാൻ തരാമല്ലോ. യു? ഈ സിറ്റിയിൽ മയക്കുമരുന്നിന്റെ മഴ പെയ്യിക്കുന്നത് ഞാനാ. ഈ ഷോർട്ടേജ് എന്റെ ബിസിനസിന്റെ ഒരു തന്ത്രം മാത്രമാണ്. പക്ഷേ നീ എന്റെ ബോസിന്റെ മകളല്ലേ? ഇവിടെ ഒരു നുള്ളു ലഹരിക്ക് വേണ്ടി ഇന്ന് രാത്രി എല്ലാവരും അലയുമ്പോൾ നീ മാത്രം സ്വപ്നലോകത്തിൽ വിഹരിക്കും. യെസ്, ഐ വിൽ ഗിവ് സം സ്റ്റഫ്. നിനക്ക് മാത്രം. താങ്ക്സ് എ ലോട്ട്. നീ ഇങ്ങനെ ഒരു ചെറ്റത്തരത്തിന് ഒരുങ്ങിയെന്ന് ഞാൻ ഒരിക്കലും മൊറൈസിനോട് പറയില്ല. കാരണം എനിക്ക് നിന്നെ അവനെ ഒരുമിച്ച് കിട്ടണം. എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? എന്റെ മോൾക്ക് എന്ത് പറ്റി മോളെ?
എന്ത് പറ്റി മോളെ? ഇവക്ക് എന്ത് പറ്റി മോളെ? കണ്ണു തുറക്ക്. എന്താടാ ഇത്? ഞാൻ തന്നെ പോലെ ഒരു ചെറ്റയല്ല, അതുകൊണ്ട് തന്റെ മോള് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവളെ ഇപ്പോ വല്ലവനുമൊക്കെ ചവച്ചു തുപ്പി തെരുവിലിട്ടേനെ. ഓ, നീ എന്റെ മോളെ രക്ഷിച്ചു. പകരം നിനക്ക് എന്താ വേണ്ടത്? പണം? ബ്ലാങ്ക് ചെക്കാണ്. നിനക്ക് ഇഷ്ടമുള്ള എഴുതിയെടുക്കാം. ഓഹോ, അപ്പൊ തന്റെ മകൾക്ക് ഒരു ബ്ലാങ്ക് ചെക്കിന്റെ വിലയുള്ളൂ? പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ തല, നിന്റെ തല, നിന്റെ തല. അയ്യോ, എന്റെ വീട്ടിൽ വന്ന് എന്റെ നോക്ക് ചൂണ്ടി അതും എന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്നു. അവൻ ആരുവാ? പ്രിയദർശിനിയുടെ കാവൽ നായ ഗൗതം. മൊറൈസ് എന്ന ഈ സിംഹത്തിനെ നോക്കി കുരയ്ക്കാൻ ആ കില്ലപ്പട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നോ? അവന്റെ യജമാന സ്നേഹം, അല്ലാതെന്താ? നമ്മുടെ താവളത്തിൽ നുഴഞ്ഞു കയറാൻ അവൾ അവരൊരു തുറുപ്പിയിട്ടാക്കിയിരിക്കുകയാണ്. അന്നവിടെ തലയെടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പുതിയ ശത്രു ഉദിക്കില്ലായിരുന്നു. അവൻ എന്റെ മകളെ രക്ഷപ്പെടുത്തിയത്രേ. ഷെറിൻ കൂട്ടുകാരുമൊത്ത് അല്പം ഓവറായി കാണും. ആ അവസരം മുതലെടുത്തിരിക്കും. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എന്റെ മകൾക്കറിയാം. അതിന് അവന്റെ സഹായം വേണ്ട. ഇനി മുതൽ അവന്റെ പിന്നിൽ നമ്മുടെ കണ്ണും കാതും ഉണ്ടായിരിക്കണം. യെസ് സർ. മാനേജർ മഹാദേവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? Shut up. ഡാഡിക്ക് വേണ്ടി നിങ്ങളെ സഹിക്കുന്നത് കൊണ്ട് എന്റെ തലയിൽ കയറി നിരങ്ങാമെന്നൊന്നും കരുതരുത്. കൂലിക്ക് കുത്തും വെട്ടും നടത്തുന്ന തെരുവ് ഗുണ്ടയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. അമേരിക്കയിൽ നിന്ന് MBAയും ടെക്സ്റ്റൈൽ ടെക്നോളജിയൊക്കെ പഠിച്ചു എന്ന് അഭിമാനിക്കുന്ന നിങ്ങളുടെ നാവ് പേക്കൂത്ത് നടത്തുന്ന തെരുവ് പെണ്ണിന്റെ വാക്കുകൾ തുപ്പുമ്പോ എനിക്ക് പുച്ഛം തോന്നുന്നു. You bloody... നിർത്തടി. കമ്പ്യൂട്ടറിൽ മനുഷ്യത്വം തളച്ചിട്ട നിന്നെ പിന്നെ എന്ത് വിളിക്കണം? നീ കാണുന്ന ഫാന്റസിയും ഫാസ്റ്റ് ഫുഡും ഒന്നും അല്ല ഇവിടുത്തെ ജീവിതം. ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കേ. പൊന്നരച്ച് എന്ന് നിന്നെ വളർത്തിയപ്പോ പെണ്ണിന്റെ മാന്യത എന്താണെന്ന് നിന്നെ പഠിപ്പിക്കാൻ നിന്റെ തന്ത മറന്നുപോയി. ചോരയിൽ കുളിച്ചെന്റെ ബാബ കിടന്നപ്പോ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത നിന്റെ തന്ത എന്റെ ബാബയുടെ മുന്നിൽ നിനക്ക് വേണ്ടി മുട്ടുകാലിലിരുന്നു. അന്ന് എന്റെ ബാബ കൊടുത്ത വാക്ക് പാലിക്കാൻ മാത്രമാണ് നീ എന്ന വിഴുപ്പ് ഞാൻ ഇപ്പോഴും ചുമക്കുന്നത്. ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് കരഞ്ഞു പഠിക്കും. ഇപ്പോഴാണ് നീ ഒരു പെണ്ണായത്. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് നെയിം ജെന്നി. പുതിയ ടെക്സ്റ്റൈൽസ് യൂണിറ്റിന്റെ പേര് ജെന്നിഫർ അപ്പാരൽസ്. ഇന്ന് ഡാഡി അവളെ പിടിച്ച് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലിരുത്തി. നാളെ ഈ വീട്ടിൽ എന്റെ അമ്മയുടെ കിടക്കറ. ജെറി, മമ്മിക്ക് പ്രായമായി, പക്ഷെ നിന്റെ നാവ് കൊണ്ട് അത് ഓർമ്മിപ്പിക്കരുത് മോനെ. മൊറൈസിന് നേരെ ആരും അങ്ങനെ വാളം കൊണ്ട. അഹമ്മദാബാദിലെ തെരുവുകളിൽ അരയണയ്ക്ക് പഞ്ഞിക്കെട്ടും ചുമന്ന് അലഞ്ഞു കിടന്ന കാലത്ത് മാർവാളികൾ അടിച്ച അടിയുടെ പാട് ഇന്നും എന്റെ മുതുകത്തുണ്ട്. എടാ, 3 വയസ്സിൽ കിട്ടേണ്ട 3 യാർഡ് സൈക്കിള് എനിക്ക് കിട്ടിയത് 30ാമത്തെ വയസ്സിലാ. ജീവിതം എനിക്കൊന്ന് ആസ്വദിക്കണം. ഡാഡിയുടെ വപ്പാട്ടിയോടൊപ്പം ഡയറക്ടർ ബോർഡിൽ ഇരിക്കാൻ നിനക്ക് അപമാനമാണല്ലേ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ എവിടെ കയറ്റിയിരുത്തും. പ്രായം എന്റെ ഭർത്താവിന്റെ രുചികളിൽ മാറ്റം വരുത്തുമെന്ന് കരുതി, പക്ഷെ അത് തെറ്റായിപ്പോയി. എന്റെ രുചികളെ പറ്റി പറയാൻ നിനക്കെന്ത് അർഹത? നീ എന്ന് എനിക്കൊരു വീട്ടുപകരണം മാത്രമായിരുന്നു. വിൽസൺ മൊറൈസിന്റെ ഷോക്കേസിൽ വെക്കുന്ന വെറും ഒരു പാവ. ഒരലങ്കാരത്തിന് നിങ്ങൾക്കത് വേണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പാവകൾ മാറി മാറി വരുന്നത് കണ്ട് ഷോക്കേസിലിരുന്ന് കരയാനല്ലേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നീ കരയണം. നിന്നിൽ കുരുത്ത ഈ മുള പോലും എനിക്ക് അപമാനമാണ്. എന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒരു താങ്ങാകാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ മിന്നെ ഞാനങ്ങ് പൊട്ടിച്ചേരാം. അവളുടെ കഴുത്തെ കെട്ടിക്ക് വിളിച്ചോണ്ട് വരും. ഈ വലിയ ബംഗ്ലാവിൽ ഇനി ഒരുപാട് മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. മമ്മി, ഇത് പറഞ്ഞതിന് നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. പക്ഷേ വിൽസൺ മൊറൈസിന്റെ ഭാര്യ തെരുവിൽ കിടന്നുറങ്ങുന്നു നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ
എനിക്ക് നാണക്കണം. ഇത് അമ്മയ്ക്ക് മാത്രമല്ല മകനോടുള്ള അവസാന വാക്കാണ്, മറക്കണ്ട. ഷിപ്പ്യാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. കൃത്യം 10:30 നമ്മുടെ ഷിപ്പ് പുറപ്പെടും. ക്ലിയറിംഗ് സെക്ഷൻ നമ്മുടെ പോക്കറ്റിലാണെങ്കിലും ഇത്തവണ കാണിക്ക് ഇത്തിരി കൂടുതൽ വേണ്ടി വന്നു. കാണിക്ക് ഇത്ര കൂടിയത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കോട്ടൻ തുണിക്കെട്ടുകൾക്കിടയിൽ കിടന്ന് നമ്മുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ നൃത്തം ചെയ്യട്ടെ. ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാനല്ലേ ഈ എക്സ്പോർട്ടും കപ്പലും ഒക്കെ. ചരക്ക് ടൊറാൻഡോ തുറമുഖത്തുകൂടി സുരക്ഷിതമായി കടന്നു കിട്ടിയാൽ കാര്യങ്ങളെല്ലാം ഭദ്രം. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? ഗൗതം. ഓ ഗൗതം, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. നോക്കൂ, ഞാനിപ്പോ ഗൗതത്തെ പറ്റി ഓർത്തതേ ഉള്ളൂ. ഹൂ ഇസ് ദാറ്റ്? Can you guess? I am Sharon. മൊറൈസ് ഇല്ലേ? ഉണ്ട്. വിളിക്കൂ. ഓ ഗൗതം, why are you in so hurry? It's an urgent matter. Okay, okay. കൊടുക്കാം. ഡാഡി, ഡാഡി, ഗൗതം. ഹലോ, വാട്ട് യു വാണ്ട്? പ്രിയദർശിനിയിൽ നിന്ന് തട്ടിയെടുത്ത എക്സ്പോർട്ട് ഓർഡറുമായി പുറപ്പെട്ട നിന്റെ കപ്പൽ ഇന്ത്യൻ തുറമുഖത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ എത്തിക്കഴിഞ്ഞു. വിശദ വിവരം തന്നതിന് വളരെ ഉപകാരം. സോറി മിസ്റ്റർ മൊറായസ്, നിന്റെ കപ്പൽ ടൊറാൻഡോ തുറമുഖത്ത് എത്തില്ല. എടാ ചെറുക്ക, നിന്റെ ചുറ്റിക്കളിയൊന്നും മൊറൈസിനോട് വേണ്ട. അല്ല, നമുക്കൊന്ന് കളിച്ചു നോക്കാം. കൃത്യം 11:20 നിന്റെ കപ്പൽ പുറംകടലിൽ പൊട്ടിത്തെറിക്കും. പിന്നെ ഷിപ്പിന്റെ എഞ്ചിൻ റൂമിലുണ്ടായ ഫയർ എന്ന് വരുത്തി തീർത്താ മതി. വിദേശത്തേക്ക് കയറ്റി അയച്ച കോട്ടൺ തുണികൾക്കുള്ളിൽ ഈ രാജ്യത്തെ വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പുറത്താരും അറിയണ്ട.